പൊന്നെ ആക്ഷൻ 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 എനിക്ക് 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 നമ്മളിത് എണീറ്റേ ഉള്ളേ. അയ്യോ, ക്യാമറ രാവിലെ തന്നെ ഓൺ ആയിരുന്നു, അറിഞ്ഞതേ ഇല്ല. രാവിലെ തന്നെ മോർണിംഗ് ആവുകയാണല്ലോ പൊന്ന. ഹല്ല ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് എടുക്കുന്നത്. രാവിലെ തന്നെ ചേച്ചി ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ട് ചേച്ചി പോയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ കുക്കിംഗ് ഒന്നും അറിയില്ല കേട്ടോ. എനിക്കൊരു ചായ ഉണ്ടാക്കാൻ പോലും അറിയത്തില്ല. ഞാൻ പണിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് പണി ചെയ്യാൻ പറ്റൂല, എനിക്ക് പണിയൊന്നും അറിയത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇന്ന് കാണിക്കാം. ഫ്ലാഷ് ബാക്ക്. ഹല്ല ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളൊരു കുക്കിംഗ് വീഡിയോയിലായിട്ടാണ് സ്വാഗതം ചെയ്യുന്നത്. ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പട്ടുനൂൽ പുഴുവിൻ്റെ നൂലെടുത്ത് മാറ്റിയിട്ട് പട്ടുനൂൽ പുട്ടാണ് സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ, അവിച്ച് വെച്ച പുഴുവിനെ മലത്തി അടിച്ചിട്ട് തിരിച്ചു വെച്ചിട്ട് കുറച്ച് മസാല ഒക്കെ ഇട്ടിട്ട് നമ്മൾ വെച്ച് അങ്ങോട്ട് കീച്ചാണ് സ്വസ്ഥമായിട്ടൊന്ന് കുളിക്കുക. അല്ല ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പൊന്നെ കുളിക്കുന്ന വീഡിയോ ആണ് സുഹൃത്തുക്കളെ കാണിക്കുന്നത്. എന്താ പൊന്നെ കാണിക്കണേ? അത് പൊന്നെ കുളിക്കുന്ന ലൈവ് ഇടുക. ലൈവാ? ആ ലൈവാ, നല്ല റീച്ച്. നാട്ടുകാർ മൊത്തം കാണൂലേ ഇത്? അത് കുഴപ്പമില്ല, ഞാൻ ഡോർ അടച്ചിട്ടുണ്ട്. ആണോ? എന്നാ കുഴപ്പമില്ല, എന്നാ എടുത്തോ കേട്ടോ, ഞാനൊന്ന് കുളിക്കട്ടെ. ഹല്ല ഗൈസ്, സോറി, നമ്മുടെ ഇൻട്രോ ഒന്ന് മാറിപ്പോയി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു റോസ്റ്റിംഗ് വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് വറക്കാൻ ഉദ്ദേശിക്കുന്നത് ഗ്ലാമി ഗംഗനെയാണ്. അപ്പോൾ ഗ്ലാമി ഗംഗ കഴിച്ച കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ഗ്ലൂമി ഗംഗയായിട്ട് ഇരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഗ്ലാമി ഗംഗ എയറിലാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, എയറിലാവാനുള്ള എല്ലാ വകകളും പുള്ളിക്കാരുടെ കണ്ടന്റിലും ഉള്ളതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഈ ഒരു ടോപ്പിക്ക് കാണാൻ ഇഷ്ടമുള്ള ആളുകൾ മാത്രം കണ്ടാൽ മതി കേട്ടോ. ഇത് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളുകൾക്ക് ഇപ്പം തന്നെ ഇവിടുന്ന് സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ്. നിങ്ങൾക്ക് തൊട്ടുപുറകെ തന്നെ മറ്റു പല വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗ്ലാമി ഗംഗ ആ ഒരു ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോയതിന് ശേഷമുള്ള ആ ഒരു ബെഡ്ഷീറ്റ് റൂമിൻ്റെ ഇഷ്യൂ ഒക്കെ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും അത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം പുള്ളിക്കാരി മറ്റേ പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയ്ക്കകത്തിലെ ചിഞ്ചുറാണീനെ പോലെ ഫസ്റ്റ് നൈറ്റ് വരെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഗ്ലാമി ഗംഗ. അപ്പം അതിനുശേഷം വീണ്ടും വീഡിയോയ്ക്കകത്തുള്ള മറ്റു പല സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ അതിലോട്ടാണ് നമ്മളിനി പോകുന്നത്. നമുക്കപ്പോൾ പോയി നോക്കാം എന്തൊക്കെയാണ് അതിനുശേഷം ഗ്ലാമി ഗംഗ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. വാവ്, സച്ച് എ കിഡ്നി ടച്ചിങ് ആക്ടിങ്. രണ്ടാളുകളും നാച്ചുറൽ ആക്ടേഴ്സാണ്. രണ്ട് പൊന്നമാരുടെ അഭിനയത്തിൽ ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? രണ്ടാളുകൾക്കും ഒരു ഓസ്കാർ കൊടുക്കേണ്ടതാണ്. എന്നാണെങ്കിലും നമുക്ക് ബാക്കി കാണാം. എനിക്ക് എഡിറ്റ് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അപ്പൂന് പുറത്തുനിന്ന് വർക്ക് കിട്ടിയതിനു ശേഷം അപ്പൂന് എഡിറ്റിംഗ് ഇല്ല. അപ്പൊ എനിക്കിപ്പം വേറെ ഉണ്ട്, എന്റെ എഡിറ്റർ വേറെ 2 പേരുണ്ട് എനിക്കിപ്പം. 2 എഡിറ്റേഴ്സ് ഉണ്ടോ? അങ്ങനെയെങ്കിൽ ഗ്ലാമി ഗംഗ നിങ്ങളെ അവർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾ എടുക്കുന്ന വീഡിയോസിനകത്ത് അത്ര ഭീകരമായിട്ടുള്ള എഡിറ്റോ കാര്യങ്ങളൊന്നും അവരാരും ചെയ്യണില്ല. ജസ്റ്റ് നിങ്ങളുടെ ഈ ക്ലിപ്സ് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ച് വെക്കുന്നു 1 by 1 ആയിട്ട്. പിന്നെ ഈ ഒരു ഷോട്ട് കട്ടാവുന്നിടത്ത് 1-2 സെക്കൻഡ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഔട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. സോ അവർ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 എഡിറ്റേഴ്സിനെ വെച്ചിട്ട് നിങ്ങൾ വെറുതെ കാശ് കൊടുക്കുകയാണ് കേട്ടോ. നമ്മള് അപ്പൂന്റെ വീട്ടിൽ കയറണേണ്ട അന്ന് ഇവിടെ അതുകൊണ്ടാണ് ബെഡ്ഷീറ്റ് വിരിച്ചില്ല. സീരിയസ്ലി ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടിയിരുന്നു. ബെഡ്ഷീറ്റ് വിരിച്ചില്ല, ഞാൻ വന്നപ്പോൾ അപ്പ മുണ്ടും പൊയ്ക്കൊണ്ട് നിന്നില്ല എന്നൊക്കെ ആയിരുന്നു ഇവിടുത്തെ പരാതികൾ. സോ പരാതികൾ മീൻസ് എന്ന് വെച്ചാൽ കുറച്ച് കുളിത്തുരുമ്പോൾ ആൾക്കാർ മാത്രം പറഞ്ഞത്, വേറൊന്നുമല്ല. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, സംഭവം ഞാൻ പറഞ്ഞുതരാം. അപ്പൂന് ചിക്കൻ ബോക്സ് ആയിരുന്നു. അപ്പൂന് നമ്മളെ കല്യാണം 20-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ അപ്പൂട്ടെ 18-ന് രാവിലെയാണ് വെളിയിൽ ഇറങ്ങിയത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട, ഈ റൂമിൽ ആരെയും കയറ്റിയായിരുന്നു ചെയ്തത്. കാരണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ അച്ഛൻ, അമ്മ, ചേച്ചി, കുഞ്ഞ് എല്ലാവരും പറഞ്ഞു ഒരാളും ചിക്കൻ ബോക്സ് ആയിട്ട് വന്ന് കറക്റ്റായത് എന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരും വേണമെന്ന് ഞാൻ പറഞ്ഞു ഒരാളെ റൂമിൽ കയറ്റേണ്ട. മുന്നേ മൂടി കിടന്ന ബെഡ്ഷീറ്റും ബെഡും എടുത്ത് ഈ ബെഡും അല്ല വേറൊരു ബെഡിലാണ് കിടന്നത്. വേറൊരു ബെഡിലാണ് കിടന്നത്. അല്ല, ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഈ ചിക്കൻ ബോക്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ദേഹത്തൊക്കെ പാടുകൾ ഉണ്ടാവില്ല. പക്ഷെ പുള്ളിയുടെ ദേഹത്ത് മൊത്തമൊന്നും പാടുകളായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ഒരു ഇതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ പാട് വരാത്ത രീതിയിലുള്ള ചിക്കൻ ബോക്സ് എല്ലാം ആയിരിക്കും. അപ്പം ആ ബെഡ് ആയതുകൊണ്ട് അതെല്ലാം എടുത്ത് വെളിയിട്ടിട്ട് വെയിലത്തോ ബെഡ്ഷീറ്റ് കഴുകിയിട്ടിട്ട് ഇനി വന്ന് അതെല്ലാം ഒന്നും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്യാത്തത്. അപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ട് എങ്ങനെ എനിക്ക് അറിഞ്ഞൂടെ ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റണം എന്നുള്ള കാര്യം. ഓക്കെ, അപ്പം ആൾക്കാരുടെ ജഡ്ജ്മെന്റിന്റെ കുഴപ്പമാണെന്നുള്ളതാണ് ഇവിടെ പുള്ളിക്കാരി ഇവിടെ പറയുന്നത്. പക്ഷേ ഈ ഗ്ലാമി ഗംഗ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഞാൻ പറഞ്ഞിട്ടാണ് ഇവർ ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്കിന് മുൻപ് ഫസ്റ്റ് ഇട്ട് ആ ഒരു വീഡിയോക്കകത്ത് ഇതുപോലെ കുറേ കമന്റ് വന്നപ്പോഴത്തേക്കിന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് വീടിന്റെ പെയിന്റ് പണിക്ക് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആൾക്കാർ വന്നിട്ട്
ഐ മീൻ വീട്ടുകാർ കുറെ ഓടിയിട്ടുണ്ട്, അതിന്റെ കൂട്ടത്തിൽ വിട്ടുപോയതായിരിക്കും എന്നുള്ള രീതിയിൽ ഒരു കമന്റ് വന്നപ്പോഴത്തേക്കിന് താങ്ക് യു ഫോർ അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞ അങ്ങനെ റിപ്ലൈ കൊടുത്തേക്കില്ല. അപ്പൊ അതിനുശേഷം പറയുന്നു ചിക്കൻ പോക്സ് ആണെന്ന്. അപ്പൊ അത് ഇതുകൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും അങ്ങോട്ടൊരു ക്ലാരിറ്റി വരില്ല. അത് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. പിന്നെ ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നതിന്റെ കാര്യം പറയുമ്പോഴത്തേക്കിന് നിങ്ങൾ പബ്ലിക്കായിട്ട് ഒരു സാധനം ഇങ്ങനെ കൊണ്ടിടുമ്പോഴത്തേക്കിന് നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള മൊമെന്റ്സ്, ഈവൻ ഫസ്റ്റ് നൈറ്റ് പോലും അതിനകത്ത് പാല് കുടിക്കുന്നത് പൊന്ന കുടി, അപ്പം മറ്റേ പൊന്ന വന്നിട്ട് ഈ പൊന്ന കുടി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഫസ്റ്റ് നൈറ്റ് വരെ കാണിച്ചുകൊണ്ട് എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് ഗൈസ് ഞങ്ങളല്ല ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചത്, ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ഒരുക്കി തന്നേക്കുന്ന മണിയറ ഒരുക്കി തന്നേക്കുന്ന ഈ 2 ആളുകളാണ് ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് വേറെ 2 പേരായിരുന്നു. ഒരു മുറിയിൽ മൊത്തം 4 പേര് ഫസ്റ്റ് നൈറ്റിൽ. എത്രയൊക്കെ ഫ്രണ്ട്സാന്ന് പറഞ്ഞാൽ ഒരു മര്യാദയൊക്കെ വേണ്ടേടി, എത്ര ഒരു മര്യാദ വേണ്ട. എന്നിട്ട് അങ്ങനെ ഒരു സംഭവം ചെയ്തപ്പോഴത്തേക്കിനും കാണുന്ന ആൾക്കാർ കാണുമ്പോഴത്തേക്കിനും അവർ പറയൂലേ ഇതെല്ലാം കാണുമ്പോഴത്തേക്കിന്. അപ്പോൾ ആൾക്കാരുടെ ജഡ്ജ്മെന്റിന് കുഴപ്പം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പബ്ലിക്കായിട്ട് ഇടാതിരിക്കാം. പക്ഷെ നിങ്ങളത് ചെയ്തില്ലല്ലോ. നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ഈ പൊന്നമാര് 2 കുടിച്ചിട്ട് 3ാമതൊരു പൊന്ന കൂടിയാണെങ്കിൽ പാലിന്റെ ബാക്കി കുടിക്കുന്നുണ്ടായിരുന്നു, കുറുമ്പി എന്നാണെങ്കിൽ നമുക്ക് ബാക്കി കേൾക്കാം. ഇടിയപ്പവും മുട്ടക്കറിയും മരിച്ചീനി അവിച്ചതും കിഴങ്ങ് അവിച്ചതും പിന്നെ മീൻ പൊരിച്ചത്, ചൂരമീൻ്റെ കറി. ആക്ച്വലി ചേച്ചിയുണ്ട് ഇവിടെ. ചേച്ചി രാവിലെ എനിക്ക് ചേച്ചിയെല്ലാം വെച്ചിട്ട് പോയി. അപ്പം എനിക്ക് നിനക്ക് ഗംഗ ഒന്നും ചെയ്യില്ലെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എനിക്കങ്ങനെ ഒരു ശീലമൊന്നും വന്നിട്ടില്ല രാവിലെ എണീറ്റ് അങ്ങനെ ചെയ്യണേന്നും. മേ ബി വരുമായിരിക്കും, ഹെൽപ്പ് ചെയ്യും, വരുന്നില്ല കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഓക്കെ, കാരണം എനിക്ക് ശീലമില്ല. എനിക്കങ്ങനെ രാവിലെ എല്ലാം എനിക്ക് വെക്കാൻ അറിഞ്ഞൂടാ, എനിക്ക് എവിടെ തുടങ്ങണമെന്നോലും അറിഞ്ഞൂടാ. അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ചേച്ചി ഓൾറെഡി അമ്മയ്ക്ക് കാലമായതുകൊണ്ട് ചേച്ചിയാണ് എല്ലാം ചെയ്തിട്ട് പോണത്. അപ്പം ഇന്നലെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം ഇപ്പോൾ ഒരുവിധം ഗുളിക കഴിച്ചപ്പോൾ വേദന കുറവുണ്ട്. ഈ കല്യാണം കഴിച്ച് ചെക്കൻ്റെ വീട്ടിലോട്ട് പോകുന്ന പെൺകുട്ടികൾ ഫുഡ് വെക്കണം, അത് ചെയ്തേ പറ്റൂ, അങ്ങനത്തെ വലിയ വാശിയുള്ള ആളോ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റുള്ള ഒരാളൊന്നും അല്ല ഞാൻ. അത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ചെയ്യേണ്ടത് തന്നെ അവരവരുടെ ആവശ്യമാണ് ഫുഡ് കഴിക്കാന്നൊക്കെ ഉള്ള അവരവർ ചെയ്യേണ്ടുന്ന സംഭവമാണ്. അപ്പോൾ അത് പെണ്ണുങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റുള്ള ആളോ കാര്യങ്ങളൊന്നും അല്ല. അത് ആണുങ്ങൾ എല്ലാവരും ചെയ്യേണ്ടുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്ന ആണുങ്ങളും പെൺകുട്ടികളൊക്കെ അവർ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറില്ല. അപ്പം അല്ലാതെ ഫാമിലി ആയിട്ട് ഒന്നരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി പറയുന്നത് എനിക്ക് അങ്ങനത്തെ ശീലമൊന്നും ഇല്ല, അതൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോഴും ഓൾറെഡി പുള്ളിക്കാരി ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയില്ലെന്ന് പറയുമ്പോൾ ഓൾറെഡി ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കുക്കിംഗ് വീഡിയോസ് വരെ പബ്ലിക്കിൽ ഇട്ടേക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അത് മറന്നിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കുന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ആ വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് ഇപ്പം അവിടെ പോയി കുക്ക് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു സാധനം പബ്ലിക്കിലോട്ടാണ് പറയുന്നത്. നിങ്ങൾ വീട്ടുകാരുടെ മുന്നിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ എനിക്ക് അങ്ങനെ ശീലമില്ലെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, പണിക്ക് അതൊന്നും സ്കിപ്പ് ചെയ്തിട്ട് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. പക്ഷേ ഇത് എന്ന് പറയുമ്പോഴത്തേക്കിന് ഓൾറെഡി കുക്കിംഗ് വീഡിയോ ഉണ്ട് തന്നെ, എന്നാലും ഒരു വീഡിയോ എന്ന് പറയുന്നുണ്ട് എനിക്ക് അങ്ങനത്തെ ശീലമൊന്നുമില്ല, ഞാൻ അങ്ങനെ ചെയ്യാറൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് പണ്ടത്തെ വീഡിയോസ് നമുക്കൊന്ന് കാണാം. ഒന്നും അറിയാത്ത ഒരാളാണ്. അപ്പോഴും ഇതിനകത്ത് 1-2 കമന്റ്സ് ഉണ്ട്. ഈ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ വന്നപ്പോൾ അതിൻ്റെയൊക്കെ കമന്റ് ബോക്സിൽ വന്ന 2 കമന്റാണ്. ഇൻഡിപെൻഡൻസ് ഈസ് നോട്ട് ഓൺലി അബൌട്ട് ഏണിംഗ് ആൻഡ് സ്പെൻഡിങ് മണി. അവനവൻ്റെ കാര്യം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് ശീലമില്ലെന്ന് പറയുന്നത് എവിടുത്തെ ഇൻഡിപെൻഡൻസിയാണ്. അപ്പോൾ ആണായാലും പെണ്ണായാലും കാണിക്കേണ്ട ബേസിക് മാനേഴ്സാണ് സ്വന്തം കാര്യം സ്വന്തമായിട്ട് ചെയ്യുക എന്നത്. എണീറ്റ് പത്രത്തിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് എല്ലാം ചേച്ചിയും അമ്മയ്ക്കും വയ്യാത്തതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നത് ഗമയല്ല, ഉളുപ്പ് കേടെന്നാ അതിന് പറയാനുള്ള കമൻസ് ഉണ്ടായിരുന്നു. ഇനി പുള്ളിക്കാരിയുടെ പണ്ടത്തെ കുക്കിംഗ് വീഡിയോസ് നമുക്ക് കാണാം ഗൈസ്. 5 മണിക്ക് തന്നെ എണീറ്റ് അമ്മകേട്ട ചീത്ത വിളിക്കും. 7 മണിയാണ് ഗൈസ്. 5 മണിക്ക് എണീറ്റ് എനിക്കിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ഞെട്ടിക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ എൻ്റെ കണ്ണും ശരീരവും സമ്മതിച്ചില്ല. ഉറങ്ങ് കണ്ണ ഉറങ്ങുറങ്ങ് അങ്ങനെ ഇരുന്ന ഗൈസ് മൈൻഡ്. സോ ഇന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് എൻ്റെ ബെസ്റ്റി ബോയ് ഫ്രണ്ട് കണ്ടാ പ്രത്യേകിച്ച് ഇവൻ ഇഷ്ടമുള്ള സാധനമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇഷ്ടമല്ലേ? യാ ഇനിയിപ്പോൾ പോവേ. ഓക്കെ, അപ്പമാണ് ഗൈസ് ഉണ്ടാക്കണം. അപ്പവും മുട്ടക്കറിയും ആൻഡ് സം പനീർ ബുർജിയാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. പ്രോട്ടീൻ. യെസ്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ ഗൈസ്. കണ്ണൊക്കെ ചെത്തിരിക്കണമെന്ന് എനിക്ക് ഇനി ഒരു വിധം നന്നായിട്ട് വഴട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇത് രണ്ടും കൂടെ നല്ല ഈ സവാള ഇനി നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആവണം. ഗോൾഡൻ ബ്രൗൺ അല്ല, ബ്രൗൺ കളർ ആവണം. അത് വേണ്ടാണ് ഇനി ബാക്കി പരിപാടി. മുട്ടക്കറിക്കുള്ള ഉള്ളി ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് സമയമുണ്ട്. കുക്കിംഗ് ഒന്നും അറിയാത്ത ഒരാളാണ്, ഇതൊന്നും ശീലമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് കേട്ടോ, ആരും തെറ്റിദ്ധരിക്കാതിരിക്കല്ലേ. ഗൈസ്, നമ്മൾ അപ്പം ചുട്ടുകൊണ്ടിരുന്നപ്പോൾ കറണ്ട് പോയി. പക്ഷെ ഞാൻ അപ്പമൊക്കെ ചുട്ടെടുത്ത് ഞാൻ സെർവ് ചെയ്യാൻ അവർക്ക് എല്ലാവർക്കും ഇടട്ടെ. മാളു പാതറ. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചൂടാണ് അപ്പം, മുട്ടക്കറി, പനീർ ബുർജി. ആർക്കും ഒരു എക്സ്പ്രഷൻ ഇവിടെ പട്ടി ചോദിക്കാന്നുള്ളൂ. മുട്ട വയ്ക്കട്ടാ പിന്നെ ഇത് തന്നെ പ്രോട്ടീൻ. അത് കുറച്ച് ഉടഞ്ഞു പോയി. ഇത് നിങ്ങൾ എണീറ്റ് പോകുമ്പോൾ എനിക്ക് തിന്നെ. ഓ സോറി സിസ്റ്റർ, കുറച്ച് കറി ഇവിടെ വീണു. ദേഹത്തല്ല, അപ്പുറത്ത് മാറി വീണു. തിന്നിട്ട് പോയാൽ മതി. ഞാൻ തിന്ന് തുടങ്ങിയില്ലേ വേണ്ടിയിട്ട് പോവാണ്. നീ എൻ്റെ കറി ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് പറയാം. പനീർ ഞാൻ കുറച്ചെടുത്തോളൂ, കാരണം എനിക്ക് ലാക്ടോസ് അലർജി ഉണ്ട്. പാലുൽപ്പന്നങ്ങളൊക്കെ അലർജി ഉണ്ട്. സോ കുറച്ചെടുത്തോളൂ. മുട്ടക്കറി നൈസ് അല്ലേ? ശരിയുണ്ട്. കുറച്ച് മുളക് പൊടി ഇട്ടാൽ ബുർജി കഴിച്ചു നോക്കണം.
ബുർജി നൈസ്. മുട്ടയുടെയൊക്കെ ടേസ്റ്റ് അല്ലേ? ഉണ്ടാ മുട്ടയുടെ ടേസ്റ്റ് നൈസ് നൈസ്. സോ അപ്പോഴത്തെ രാവിലെ എല്ലാവരും വീട്ടുകാർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കരുത്. കിടന്നുറങ്ങണം. നല്ല മഴ. അത് ഇത്തിരി ഉണ്ടാക്കിയിട്ട്. അപ്പൊ ഇത്രയും കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും പുള്ളിക്കാരിക്ക് ഈ പറയുന്ന അപ്പവും മുട്ടക്കറി ഇത് പനീറും ഒക്കെ ഉണ്ടാക്കാൻ അറിയുള്ളത്. അല്ല സുഹൃത്തുക്കളെ, ഉച്ചയ്ക്ക് ചോറുണ്ടാക്കാനും പുള്ളിക്കാരിക്ക് അറിയാം. കുഞ്ഞു പൊതിച്ചോറാണ്. അപ്പം നമ്മൾ കുഞ്ഞു മുട്ട മതി. ഗൈസ് ഫൈനലി നമ്മൾ പൊതിച്ചോറ് പൊതിയാൻ വേണ്ടിയിട്ട് പോവാണ്. ചോറ് റെഡി, നമ്മളെ മോര് കാച്ചിയത്, നെത്തോലി ഫ്രൈ, ഓംലേറ്റ്, ബീട്രൂട്ട് തോരൻ, കോവയ്ക്ക വിഴുക്ക്, ചമ്മന്തി, കണ്ണിമാങ്ങ അച്ചാർ. കയ്യടി ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന് ഉണ്ടാക്കിയതും പോരാ. ഗൈസ് ആദ്യം നമ്മൾ അമ്മ ഇല്ല അബിക്കുട്ടനൊക്കെ തന്നെ ആദ്യം ചോറിട്ട് ആദ്യം മെയിൻ പൊതിച്ചോറാണ് ഉണ്ടാക്കണത്. ഇത് മീനാക്ഷിക്കാണ് മെയിൻ. ഗൈസ് നെക്സ്റ്റ് നമ്മൾ ബീട്രൂട്ട് തോരൻ വയ്ക്കാണ്. ഇത്രയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അപ്പുറത്ത് പോയിട്ട് പറയുന്നത്. എനിക്കിതൊന്നും ശീലമില്ല കേട്ടോ, എനിക്ക് പറ്റില്ല. ചേച്ചി ഇത് ഉണ്ടാക്കിയിട്ട് പോയിട്ടുണ്ട്, എനിക്ക് അത്ര വലിയ ശീലമൊന്നും ഇല്ല കേട്ടോ എന്നുള്ളതാണ് പുള്ളിക്കാരി പറയുന്നത്. ഇവിടെ ഇപ്പം പെൺകുട്ടികൾ മറ്റൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചെയ്തേ പറ്റും അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അത് ചെയ്യേണ്ടുന്ന കാര്യം തന്നെയാണ്. അവനാണ് ഉണ്ടാക്കി കഴിച്ചാൽ അവനൊരു കഴിക്കുക. ഓക്കെ, പക്ഷേ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പെണ്ണാണെങ്കിലും ആണാണെങ്കിലും അപ്പുറത്തോട്ട് പോയിട്ട് ഇത് ഓൾറെഡി ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അപ്പുറത്ത് പോയിട്ടാണെങ്കിൽ എനിക്കിതൊന്നും അറിയില്ല കേട്ടോ, എനിക്കിതൊന്നും ശീലമില്ല കേട്ടോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എന്താ നിങ്ങൾ ഉദ്ദേശിക്കണേ? ഇപ്പം അന്നത്തെ ദിവസം പണി സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞാൽ പോരെ. പബ്ലിക്കായിട്ട് പറയുമ്പോഴേക്കും ആൾക്കാർ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് സംസാരിക്കൂലേ? ഇനി അടുത്ത വീഡിയോ കൂടെ കാണാം. എൻ്റെ ഹസ്ബൻഡ് അച്ഛൻ രാവിലെ ഇഡ്ഡലി എടുത്ത് കൊടുക്കണമെങ്കിലേ കഴിക്കുള്ളൂ. ഇങ്ങനെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചാലും പുള്ളിക്കാരുടെ അടുത്ത് കഴിക്കൂല, ആരെങ്കിലും എടുത്ത് കൊടുക്കണം. അപ്പം അങ്ങനത്തെ നിർബന്ധമൊന്നും അവർക്കാർക്കും ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എവിടെയാണ് ഹാപ്പി ആയിട്ട് നിൽക്കണം അവിടെ നിൽക്കുക. എന്നിട്ട് നമ്മൾ രണ്ട് വീട് മാറി നിൽക്കും എന്നാണ് നമ്മളെ പ്ലാൻ. നമ്മളെ സൗകര്യം അനുസരിച്ച് അവരൊക്കെയാണ്. പക്ഷെ നമ്മൾ പോയി കാണുകയൊക്കെ ചെയ്യണം അവരെ. അത് അങ്ങനെയാണ്. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നിൽക്കാനേ പറ്റുള്ളൂ. കാരണം ഹോസ്പിറ്റലിൽ അമ്മയ്ക്ക് കാലൊക്കെ വയ്യാത്തത്. അല്ല നിങ്ങളെ ചെറുതായിട്ട് വിഷയത്തിൽ നിന്നൊക്കെ ഇങ്ങനെ പിന്നെ മാറുന്നു. ഞാൻ പറഞ്ഞോ, എനിക്കിങ്ങനെ ഇച്ചിരി വീഡിയോസ് ഒന്നും കാണുന്ന ഒരു വ്യക്തി അല്ല കേട്ടോ നമ്മളെ. നിങ്ങൾ എന്നെ ഇങ്ങനെ അങ്ങനെ തെറ്റിദ്ധരിക്കാതിരിക്കില്ല. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് അവർ ഡോർ അടച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. അതിനിപ്പോൾ എന്നാ ഡോർ അടച്ചിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. നേരത്തെ പറയാം മറ്റേ ഫസ്റ്റ് നൈറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എല്ലാം പ്രൈവറ്റ് ആയിട്ടുള്ള ഇവരുടെ പല മൊമെന്റ്സും ഇവർ പബ്ലിക്കായിട്ട് ഇടുമ്പോഴത്തേക്കിന് അറിയാലോ, പ്രൈവസി ഇവിടെ സെല്ല് ചെയ്യുന്നത് ഓരോരുത്തരുടെ ചോയ്സാണ്, അതൊക്കെ അവരവരുടെ താല്പര്യമാണ്. അപ്പോൾ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിലോട്ടൊരു തേർഡ് പേഴ്സണെ നമ്മൾ അറിഞ്ഞോ അറിയാതെ വിളിച്ചു വരുത്തുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ ഇവരുടെ റിലേഷൻ്റെ ഇടയിൽ തന്നെ ആണെങ്കിൽ പുള്ളിയുടെ ഇടയ്ക്ക് എന്തോ മോന്തയ്ക്ക് എന്തോ പുള്ളിക്കാരി ഇങ്ങനെ ചുമ്മാ തട്ടുന്നതിന് പുള്ളി ഇങ്ങനെ കലിപ്പിച്ച് നോക്കി എന്നൊക്കെ പറഞ്ഞു, കണ്ടേ യഥാർത്ഥ സ്വഭാവം പുറത്ത് വന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ജഡ്ജ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാര്യം അവർ പോലും അറിയാതെ അവർക്കിടയിലോട്ട് ഒരു തേർഡ് പേഴ്സൺ കടന്നു വരികയാണ്. ഇതൊരു തേർഡ് പേഴ്സൺ അല്ലേ, എത്രയോ തേർഡ് പേഴ്സൺസ് ആണ് ഇങ്ങോട്ടേക്ക് ഇവരുടെ ലൈഫിൻ്റെ ഇടയിലോട്ട് കടന്നു വരുന്നത്. എപ്പോഴും ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ഒരു തേർഡ് പേഴ്സൺ കടന്നു വരുന്നത് അത്ര നല്ല പരിപാടിയല്ല. ആ ഒരു റിലേഷൻ അത്ര സ്ട്രോങ് ആയിട്ട് ബോണ്ടായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കിന് അതിലെവിടെയെങ്കിലൊക്കെ വിള്ളലുകൾ വീഴാനെ കൊണ്ട് ഇങ്ങനെ തേർഡ് പേഴ്സൺ നമ്മൾക്കിടയിലോട്ട് കടന്നു വരുമ്പോഴത്തേക്കിന് അത് കാരണം പറഞ്ഞത് പൊതുവായിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം അത്തരത്തിൽ നമ്മൾ പ്രൈവറ്റ് മൊമെന്റ്സ് ഒക്കെ ഇടുമ്പോഴത്തേക്കിന് ഈ എല്ലാ ആളുകളും വന്നിട്ട് ഓരോന്ന് പറഞ്ഞിട്ടൊക്കെ പോകുന്നതായിരിക്കും. പക്ഷേ ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തില്ല കേട്ടോ. നിങ്ങൾ ഇത്തരത്തിലുള്ള ഫാമിലി ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് ഒക്കെ വന്നിട്ട് ഇത്തരത്തിൽ നിങ്ങളുടെ പ്രൈവറ്റ് മൊമെന്റ്സ് എല്ലാം കൊണ്ടുവന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടണം. എന്നിട്ട് നമ്മൾ അതെടുത്ത് റിയാക്ട് ചെയ്തായിരിക്കും സുഹൃത്തുക്കളെ. എന്താണെങ്കിൽ ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി. വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഗ്ലാമികങ്ങളുടെ ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പുള്ളിക്കാരുടെ പഴയ ആ ഒരു ലൈഫ് സ്റ്റോറി കടന്നു വന്ന വഴികളൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മളും ആ കാര്യത്തിലൊക്കെ പുള്ളിക്കാരിനെ അടിപൊളി കിടിലെന്നുള്ളതൊക്കെ തന്നെയാണ് നമ്മളും പറയുന്നത്. അങ്ങനെ ഒരു ലൈഫിലൂടെ കടന്നു വന്ന കാര്യങ്ങൾ, ഇത്ര അച്ചീവ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ നമ്മളിവിടെ സംസാരിച്ചിരിക്കുന്ന അവരുടെ കണ്ടന്റുകൾക്കിടയിലുള്ള പ്രൈവസി എക്സ്പോസറുള്ള സംഭവങ്ങളെ കുറിച്ചാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അത്രയും കൂടെ ജസ്റ്റ് പറയണം തോന്നി. അപ്പോൾ ശരി, ബൈ.